മേയറായി അധികാരമേറ്റ ദിവസം മുതൽ അഡ്വക്കേറ്റ് വി രാജേഷിന് അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സ്വിഫ്റ്റ് കമ്പനിക്ക്, KSRTCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വിഫ്റ്റ് കമ്പനിക്ക് ഇലക്ട്രിക് ബസ്സുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പോലും രാജേഷിൻ്റെ വാദങ്ങൾക്കാണ് മൂർച്ച കൂടുതലുള്ളത്. രാജേഷിൻ്റെ വാദങ്ങളിലാണ് ന്യായമുള്ളത്, നീതിയുള്ളത്. രാജേഷ് വസ്തുതകളെ വസ്തുതകളായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പറയുന്നത് ഞാനല്ല. ഇത് സംബന്ധിച്ച് മേയർക്ക് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ കേരള ടൂറിസം വകുപ്പ്, മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ നായർ ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നു. ആ കത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ആ കത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ വിവാദത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ വിവാദം ആരംഭിച്ചത് എങ്ങനെയാണെന്നറിയാം. ആ വിവാദം കൂടുതൽ കത്തിച്ച് ആളിക്കത്തിക്കാൻ നമ്മുടെ ഗതാഗത മന്ത്രി ശ്രമിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വസ്തുതകളെ വസ്തുതകളായി നിർത്തി പ്രശാന്ത് വാസുദേവ് നായർ തുറന്ന കത്ത് മേയർക്ക് എഴുതിയിരിക്കുകയാണ്. ഞാൻ ആ തുറന്ന കത്തിലേക്ക് വരികയാണ്. അദ്ദേഹം പറയുന്നത്, വി രാജേഷിൻ്റെ മാധ്യമ ഇടപെടലുകൾ കണ്ട് മുമ്പ് പ്രശംസിച്ചപ്പോഴും ഇപ്പോൾ പ്രശംസിക്കാൻ ഒരുങ്ങുമ്പോഴും ഉള്ളിൽ ആശങ്കയുണ്ട്. നാളെ ഈ പ്രശംസ ഒരു പക്ഷേ വിമർശനത്തിന് വഴിമാറിയേക്കാം എന്നാണ് പ്രശാന്ത് വാസുദേവൻ നായർ കത്തിൻ്റെ തുടക്കത്തിൽ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമാണ്, ആർക്കും ആരെയും തെറ്റു കണ്ടാൽ വിമർശിക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് ഭാരതം, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ വസ്തുതകളെ വസ്തുതകളായിട്ട് തന്നെ പറയണം. അവിടെ തൂക്കി നോക്കുമ്പോൾ, സത്യം തൂക്കി നോക്കുമ്പോൾ കൈ വിറയ്ക്കരുതെന്ന് മാത്രം. ഇവിടെ കത്ത് തുടരുന്നു. വിമർശനം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കുക മാത്രം ചെയ്യുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി KSRTCക്ക് നൽകിയ 113 ബസ്സുകളുടെ കാര്യം താങ്കൾ തുടക്കത്തിലെ ജനങ്ങളോട് വ്യക്തമാക്കിയതാണ്. ബഹുമാനപ്പെട്ട KSRTC മന്ത്രിയോട് സംസാരിക്കുന്നതിനോ അദ്ദേഹത്തെ രേഖാമൂലം അറിയിക്കുന്നതിനോ മുമ്പ് ആ ബസ്സുകളെക്കുറിച്ചുള്ള സത്യാവസ്ഥ സമൂഹത്തെ അറിയിക്കാനും അതേപ്പറ്റിയുള്ള അഭിപ്രായം പറയാനുമുള്ള അവകാശം താങ്കൾക്കുണ്ട്. പ്രശാന്ത് വാസുദേവ് നായർ വ്യക്തമാക്കുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം താങ്കൾ ഒരു നഗരത്തിൻ്റെ മേയറാണ് എന്നത് തന്നെ. KSRTC മന്ത്രിയുടെ അഭിപ്രായ പ്രകടനത്തിന് മറുപടിയായി നടത്തിയ പത്രസമ്മേളനത്തിൽ താങ്കൾ വിഷയം നന്നായി പഠിച്ചാണ് എത്തിയത്. ശ്രദ്ധേയം. ഇത്തരം പത്രസമ്മേളനങ്ങളിൽ കാര്യങ്ങൾ പഠിക്കാതെ എത്തുന്ന പുതുമുഖങ്ങൾക്ക് താങ്കൾ മാതൃകയായി. 2 കാര്യങ്ങൾ താങ്കൾ ചെയ്തു. ഞാനതിവിടെ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, അതേ സംബന്ധിച്ച് ട്രൈപാർട്ടി എഗ്രിമെൻ്റ്, ത്രികക്ഷി ധാരണ അല്ലെങ്കിൽ ത്രികക്ഷി കരാർ, അതിൻ്റെ പകർപ്പ് പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്ന് വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചാണ് സംസാരിച്ചത്. അതിലെ വ്യവസ്ഥാ ലംഘനമാണ് മേയർ ചൂണ്ടിക്കാട്ടിയത്. അതിന് ഉപോത്ബലകമായി മുൻ മേയറുടെ FB പോസ്റ്റും താങ്കൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കരാർ പ്രകാരം പീക്ക് ടൈമിൽ 113 ബസ്സുകളും നഗരപരിധിയിൽ ഓടണം. അതിനുശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ ഓടാം. അത് ലംഘിച്ചിരിക്കുന്നു. കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് വേണം റൂട്ടുകൾ നിശ്ചയിക്കാൻ. അതും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരാർ ചൂണ്ടിക്കാട്ടി താങ്കൾ മാധ്യമപ്രവർത്തകരെ ബോധ്യപ്പെടുത്തി. ബസ്സുകൾ തിരിച്ചു ചോദിക്കുകയല്ല, മറിച്ച് കരാർ വ്യവസ്ഥകൾ പാലിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് താങ്കൾ ചെയ്തത്. അത് താങ്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും പ്രധാനം ബസ്സിൻ്റെ റൂട്ട് മാത്രമല്ല, പ്രോഫിറ്റ്, ലാഭം അഥവാ റവന്യൂ, വരുമാനം, ആ ഷെയറിൻ്റെ കാര്യവും അതിൻ്റെ പങ്കിൻ്റെ കാര്യവും കൂടിയാണ് ഇതിനകത്തുള്ളത്. ആ ഇനത്തിൽ യാതൊന്നും ഇതുവരെ കോർപ്പറേഷന് ലഭിച്ചില്ല എന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സമാന ഫണ്ടിംഗ് ഭാവിയിൽ ലഭിച്ചാൽ ഈ അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ എന്തു ചെയ്യണമെന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ ബസ്സുകളിടാൻ കോർപ്പറേഷന് സ്ഥലമുണ്ടെന്നും വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനോടോ KSRTCയോടോ രാഷ്ട്രീയ യുദ്ധം പ്രഖ്യാപിച്ചില്ല.
എന്നതിലാണ് താങ്കൾ ഏറ്റവും പ്രശംസ അർഹിക്കുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭരണപരിചയവും രാഷ്ട്രീയ പരിചയവും ഒക്കെ താങ്കൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അതാണ് രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട സുജന മര്യാദ. പ്രത്യേകിച്ചും ഇത്തരം സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ അവിടെ വെല്ലുവിളിയല്ല വേണ്ടത് എന്നും കത്തിൽ പറയുന്നു. 1-2 മാധ്യമ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയതോടെ പിന്നീട് ആരും തന്നെ ഒന്നും ചോദിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയം. എൻ്റെ അഭിപ്രായത്തിൽ സിറ്റി സർവീസ് എന്നത് തന്നെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷൻ നഗരപരിധികൾക്കുള്ളിൽ അതത് കോർപ്പറേഷൻ തന്നെ നടത്തേണ്ടതാണ് എന്നാണ്. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ പഠനം തന്നെ വേണ്ടിവരും. പ്രത്യേകിച്ചും സാമ്പത്തിക വിഷയത്തിലും കോർപ്പറേഷന് അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി വരുന്ന സംവിധാനത്തിലും ആ ദിശയിൽ ഒരു ചർച്ച നടക്കാൻ കൂടി ഈ വിഷയം കാരണമാകട്ടെ എന്ന് ആശിക്കുന്നു. മറ്റൊരു കാര്യം കൂടി, ഇതുപോലെ പാലിക്കപ്പെടാത്ത ധാരാളം കരാറുകൾ കോർപ്പറേഷനുകളിലെ മേശപ്പുറങ്ങളിൽ ദീർഘകാല ആലസ്യത്തിലാണ്. എല്ലാറ്റിനെയും ഒന്ന് ഉണർത്തിയെടുത്താൽ പല കരാർ ലംഘനങ്ങളും വ്യക്തമാകും. മേയർ പോലൊരു പദവിയിൽ എത്തുമ്പോൾ വ്യക്തി കെട്ടിലും മട്ടിലും മാറണമെന്നും ഞാൻ എഴുതിയിരുന്നു. അക്കാര്യത്തിലും സന്തോഷമുണ്ട്. ഇത് മേയർ ഭക്തിയോ രാജേഷ് ഭക്തിയോ ഒന്നുമല്ല. അനഭിലഷണീയമായത് സംഭവിച്ചാൽ വിമർശിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ രാജേഷ് തെറ്റ് ചെയ്താൽ ഞാൻ വിമർശിക്കും എന്നാണ് പ്രശാന്ത് വാസുദേവ് നായർ കത്തിൽ വ്യക്തമാക്കുന്നത്. കാര്യങ്ങൾ നേർവഴിക്ക് ചലിക്കട്ടെ. നഗരഭരണ യന്ത്രം ഞങ്ങൾ നഗരവാസികളുടെ അഭിവൃദ്ധിക്കായി ചലിക്കുക തന്നെ വേണം. നഗരത്തിനുള്ളത് നഗരത്തിന്, സംസ്ഥാനത്തിനുള്ളത് സംസ്ഥാനത്തിന്. ഇങ്ങനെയാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മുടെ പുതിയ മേയർ സമവായത്തിൻ്റെ, സമന്വയത്തിൻ്റെ, സംവാദത്തിൻ്റെ, ചർച്ചയുടെ മാർഗമാണ് സ്വീകരിച്ചത്. അദ്ദേഹം സംസ്ഥാന സർക്കാരിനെയോ ഗതാഗത മന്ത്രിയെയോ വെല്ലുവിളിച്ചില്ല, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയില്ല. മറിച്ച് ഒരു കരാർ ഉണ്ടെന്നും ആ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ആ ലംഘനം ഒഴിവാക്കി ആ കരാർ പാലിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി. വളരെ മൃദുവായ നല്ല ഭാഷയിൽ, അതിൽ യാതൊരു തെറ്റുമില്ല. രാജേഷ് കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്, പഠിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നും വ്യക്തമാണ്. ഈ പ്രശാന്ത് വാസുദേവ് നായരുടെ കത്ത്, ഇദ്ദേഹം ടൂറിസം മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഈ കത്ത് വലിയ രീതിയിൽ ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു. ഒരു മേയർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി VV രാജേഷ് മാറിയിരിക്കുന്നു. മേയർ ആകുന്നതിന് മുമ്പ് രാജേഷിനെ കുറിച്ച് ഇത്തരത്തിൽ ആർക്കും ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. രാജേഷ് ഈ പദവിയിൽ വേണ്ടത്ര ശോഭിക്കുമോ എന്ന് പോലും സംശയിച്ചിരുന്നു. എന്നാൽ മേയർ കസേരയിൽ ഇരുന്ന രാജേഷ് അങ്ങനെയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ താൻ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു തന്നെയാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് രാജേഷ് ശ്രീലേഖ IPS കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അവരോട് VK പ്രശാന്ത് MLA പെരുമാറിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ രാജേഷ് സ്വീകരിച്ച നയം, രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒക്കെ വളരെ പക്വതയാർന്ന ഒരു മറുപടിയാണ്. അതിലൂടെ തിരുവനന്തപുരത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു മേയറെയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു വഴക്കാളിയെയോ ഒരു വെല്ലുവിളിക്കാരനെയോ ഒരു ഭീഷണിക്കാരനെയോ ഒന്നുമല്ല, മറിച്ച് സമന്വയത്തിൻ്റെ, സംവാദത്തിൻ്റെ, ചർച്ചയുടെ, സമവായത്തിൻ്റെ ഒക്കെ മാർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ അതേസമയം നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു മേയറെയാണ് തിരുവനന്തപുരത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു ഈ പ്രശാന്ത് വാസുദേവ് നായരുടെ കത്ത്. ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്.